പിന്നെ പിണറായി ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കെല്ലാം വാരിക്കോരി പരസ്യം കൊടുക്കുക. അവരെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ നാട് തീർന്നിട്ട് ഒന്നും ഉണ്ടാകാനില്ല. ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തണലിലാണ് അയാൾ നിൽക്കുന്നത്. വൻ കോടികളുടെ കൊള്ള നടന്നിരിക്കുന്നു. ഒരു സംഘത്തിൽ മാത്രം 1.25 കോടി രൂപയാണ്. 226 സംഘങ്ങൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ SLC ലാവലിൻ കേസ് ഞാനാണ് അസംബ്ലിയിൽ ഉന്നയിച്ചത് ആരോപണമായിട്ടൊന്ന് എഴുതി കൊടുത്ത് 2016 ആ കേസ് CBI ആണ് സുപ്രീം കോടതി കൊടുക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് നടത്തിയ സാമ്പത്തിക ക്രമക്കേട് ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് JSSന്റെ നേതൃത്വത്തിലുള്ള ഉപവാസ സമരമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് JSSന്റെ സംസ്ഥാന പ്രസിഡന്റ് താമരാക്ഷനാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ സമരം നടക്കുന്നത്, ഉപവാസ സമരം. എന്തായിരുന്നു സംഭവം? അതായത് ഈ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇന്ത്യയിലെ കൈത്തറി വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു RRR പാക്കേജ് പ്രഖ്യാപിച്ചു. അതായത് റിവൈവൽ, റിഫോം ആൻഡ് റീസ്ട്രക്ചറിങ്. കൈത്തറി മേഖല കോടിക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വ്യവസായ മേഖലയാണ്. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മേഖലയെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന് നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഈ പാക്കേജ് പ്രഖ്യാപിച്ചത്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 226 സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലുമുണ്ട് കൈത്തറി സംഘങ്ങൾ. അതെല്ലാം വലിയ കടത്തിലും വലിയ പ്രശ്നത്തിലുമായി. ഈ സൊസൈറ്റികൾക്കെല്ലാം പണം കൊടുത്തത് ഇവിടെ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകളാണ്. അവരാണെങ്കിൽ ആ പണം അടയ്ക്കാതെ വരുമ്പോൾ അതിന് പലിശയും പിഴപ്പലിശയും എല്ലാം ചേർത്ത് 22% പലിശയാണ് ചാർജ് ചെയ്തത്. എന്നിട്ട് അത് മുതൽ കൂട്ടും. അങ്ങനെ ഈ സംഘങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക. ആ സമയത്താണ് ഈ പാക്കേജ് കൊണ്ടുവന്ന് ഇതെല്ലാം ലഘൂകരിച്ച് റീസ്ട്രക്ചർ ചെയ്ത് റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാക്കേജ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ആ പണം കേന്ദ്ര ഗവൺമെൻറ്, അത് കഴിഞ്ഞ് ആ ഗവൺമെൻറ് പോയി. പിന്നെ കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് വന്ന്, കേരളത്തിൽ നിറയെ പിണറായി ഗവൺമെൻറ് വന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, ഇന്നത് ഇതാണ് കേരള ബാങ്കാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഇതിൽ കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കി ഈ സംഘങ്ങൾക്ക് അതായത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആ സ്കീമിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമുള്ളതല്ല, മാറ്റം വരുത്തിക്കൊണ്ട് വൻ കോടികളുടെ കൊള്ള നടന്നിരിക്കുന്നു. ഒരു സംഘത്തിൽ മാത്രം 1.25 കോടി രൂപയാണ്. 226 സംഘങ്ങൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പോൾ എത്ര കോടി വരും? അത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ നടന്നിരിക്കുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ED അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം. എന്താണിപ്പോൾ സർക്കാരിൻ്റെ നിലപാട്? സർക്കാരിൻ്റെ നിലപാട് എന്താണ്? സർക്കാർ ഒന്നും അന്വേഷിക്കത്തില്ല. സർക്കാർ ഇതെല്ലാം കൂട്ടല്ലേ. സർക്കാരാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഒത്താശയിൽ അത് ചെയ്യത്തില്ലത്. ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ ഒരു സമരത്തിന്റെ ഭാഗമായി ചർച്ച എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ചർച്ച എങ്ങനെ? സർക്കാരുമായിട്ട് എന്തെങ്കിലും ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും നടത്തി? ഒന്നും ഉണ്ടായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ EDക്ക് കൊടുക്കുന്നത്, EDയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ഇവിടെ CBIയും EDയും എൻഫോഴ്സ്മെൻറ്റും എല്ലാം പിന്നെ പിണറായിയുടെ ചിൽപ്പറി കിടക്കുക. എന്തെല്ലാം കേസുകൾ വന്ന് പലതും വെളി വന്ന് സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ഇതെല്ലാം തെളിവ് സഹിതം അത് പങ്കാളിയായ സ്വപ്ന സുരേഷ് കൊടുത്തില്ലേ, പലതും വെളി വന്നോ? എത്രയോ അഴിമതികൾ. അതുപോലെ തന്നെ SLC ലാവലിൻ കേസ് ഞാനാണ് അസംബ്ലിയിൽ ഉന്നയിച്ചത് ആരോപണമായിട്ടൊന്ന് എഴുതി കൊടുത്ത് 2016 ആ കേസ് CBI ആണ് സുപ്രീം കോടതി കൊടുക്കുന്നത്. ആ CBI തന്നെ 9 വർഷമായി അത് ഹാജരാകുന്നില്ല. അമിത്ഷായാണ് CBI കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്താണ്? അന്ന് 2016 CBI കോടതി ഹാജരായിരുന്നെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവത്തില്ല, രാഷ്ട്രീയത്തിലുണ്ടാവത്തില്ലായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തണലിലാണ് അയാൾ നിൽക്കുന്നത്. ആ കെയർ ഓഫ് ആണ് ഇതെല്ലാം വരുത്തിക്കൂട്ടുന്നത്. പിന്നെ പിണറായി ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കെല്ലാം വാരിക്കോരി പരസ്യം കൊടുക്കുക. അവരെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ നാട് തീർന്നിട്ട് ഒന്നും ഉണ്ടാകാനില്ല. എല്ലാം മുടിച്ച് ED അന്വേഷിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമോ? ഞങ്ങൾ ED അന്വേഷിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകും. കോടതിയിൽ പോയി കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം ആവശ്യപ്പെടും. വീണ്ടും അവസാനം വരെ പോകും.
JSS സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത് പ്രകാരം ഇവർക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ പിണറായി വിജയനുമായി ഒരു ചർച്ചയ്ക്ക് ഇവർ ഇനിയില്ല. കാരണം ഇവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ED അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇനി ED അന്വേഷിച്ചില്ലെങ്കിൽ ഇവർ സുപ്രീം കോടതി വരെ ഈ ഒരു സമരമുറകളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.